എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1726 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജസ്ലിൻ സജിൻ, BHMS, ഫിസിഷ്യൻ, ഡോക്ടർ സലീംസ് ക്ലിനിക്, TB ജംഗ്ഷൻ, അങ്കമാലി, ടീച്ചിങ് ഫാക്കൽറ്റി മെമ്പർ, ISK, 16 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. മുടി കൊഴിച്ചലിന് ഹോമിയോപ്പതി ചികിത്സ എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ ജസ്ലിൻ സജിനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. Thank you, doctor. Thank you so much for your warm welcome. ഞാനൊന്ന് സ്ലൈഡ് ഷെയർ ചെയ്തോട്ടെ. ഡോക്ടർ കോഹോസ്റ്റ് ആണല്ലോ അല്ലേ? സ്ലൈഡ്സ് കാണാമോ? കാണാം. ഓക്കെ. എല്ലാ സ്ലൈഡ്സും കാണാമല്ലോ അല്ലേ? സ്ലൈഡ് ഇപ്പൊ കാണാലോ. ഓക്കെ. ഇപ്പൊ എന്നെയും കാണാലോ, സ്ലൈഡും കാണാലോ, എല്ലാം ക്ലിയർ അല്ലേ? കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഞാൻ ഡോക്ടർ ജസ്ലിൻ. ഒരു 16 വർഷത്തിൽ കൂടുതലായി ഞാൻ ഹോമിയോപ്പതി ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഞാനൊരു പാഷനേറ്റ് ഹോമിയോപ്പതാണ്. ഞാൻ പാസ് ഔട്ടായ ആ മൊമെന്റ് തുടങ്ങി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വിത്തൗട്ട് ബ്രേക്ക്. ഞാൻ IHKയുടെ ഡിസ്ട്രിക്ട് സെമിനാറിനും അതുപോലെ തന്നെ ഫാക്കൽറ്റി ആയിട്ടുണ്ട്. IHMAയുടെയും ഔട്ട് ഓഫ് ദി സ്റ്റേറ്റും ഞാൻ ഫാക്കൽറ്റി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് ഓഫ് അലോപേഷ്യ ഏറിയേറ്റ. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഇന്ന് പലപ്പോഴും പല സ്ത്രീകളും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും പലപ്പോഴും ഒരു ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് നമ്മളുടെ അടുത്ത് പലപ്പോഴും വരാറുണ്ട്. അവര് ഡോക്ടർ ഇന്നതാണ് എന്റെ പ്രോബ്ലം, എനിക്ക് ഇങ്ങനെയാണ് ഹെയർ ഫോൾ എന്ന് പറഞ്ഞ് വരാറുണ്ട്. നമുക്ക് പലപ്പോഴും നന്നായിട്ട് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ ഹോമിയോപ്പതിക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പല പേഷ്യൻസും പല ചികിത്സകളും കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പം അവര് വന്ന് അവരുടെ സ്റ്റോറീസ് എല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ കേസ് എടുത്ത് നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ വി ക്യാൻ ഗീവ് വണ്ടർഫുൾ റിസൾട്ട്സ്. ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് കുറേ കേസസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും ഞാൻ എവിഡൻസ് ആയിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ച കുറച്ച് കേസസ് മാത്രമേ ഇപ്പൊ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ സെക്കൻഡ് സ്ലൈഡില്, ഇതിപ്പോ ഒരു കുട്ടിയുടെ കേസാണ്. അപ്പം എൻ്റെ അടുത്ത് വരുമ്പോ ഈ കുട്ടിയുടെ അച്ഛനും ഇതുപോലെ തന്നെ അലോപേഷ്യ ഏറിയേറ്റ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്ക് ഞാൻ മെഡിസിൻ കൊടുത്താൽ ഇതുപോലെ ഞാൻ എവിഡൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതേപോലെ തന്നെ അച്ഛന്റെ മാറിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ തന്നെ അത് മകനും വന്നു. മകന് വന്നു കഴിഞ്ഞപ്പം ഞാനതുപോലെ അതൊന്ന് കേസ് എടുത്ത് മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ട്സ് ആണ് കാണുന്നത്. ബിഫോർ ട്രീറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു അവസ്ഥ. ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് അത് ഇംപ്രൂവ് ആയി വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞാൽ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഫുൾ ഹെയർ ഗ്രോത്ത് നമുക്ക് കിട്ടി. അപ്പം പേഷ്യന്റെ അടുത്ത് ഞാനൊരു ഗൂഗിൾ റിവ്യൂ ഇട്ട് തരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവരിട്ട ഒരു ഗൂഗിൾ റിവ്യൂ ആണ്. ഹസ്ബൻഡിനും മകനും ഒരുപോലെ അലോപേഷ്യ ഏറിയേറ്റ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും നമ്മളുടെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കൊണ്ട് അവർ നല്ല ബെനിഫിറ്റഡ് ആകുകയും അതുകൊണ്ട് ഭയങ്കര ആശ്വാസം കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവര് ഇട്ട ഒരു ഗൂഗിൾ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണത്. അടുത്തൊരു കേസ് എഗെയിൻ അലോപേഷ്യ ആണ്. ഈ കുട്ടിക്ക് എൻ്റെ അടുത്ത് വരുമ്പോ ഉള്ള ട്രീറ്റ്മെന്റിന് മുന്നേ ഉള്ള പിക്ചറാണ് ഫസ്റ്റ് കാണുന്നത്. അപ്പം ഈ ട്രീറ്റ്മെന്റിന് മുന്നേ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി ഭയങ്കര, അതായത് പല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയെങ്കിലും വലിയ റിസൾട്ട് ഒന്നും ഇല്ലാതെ വന്നു. പക്ഷെ വിത്തിൻ ഒരു 3 to 4 months കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ, ശരിക്കും പറഞ്ഞ ആ ഒരു 4 monthsനുള്ളിൽ അവരൊരു 2 or 3 പ്രാവശ്യം എന്നെ വിസിറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറയാനുള്ളത്.
ആ ഒരു 1 മന്ത് മെഡിസിൻ കൊടുത്ത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു റിസൾട്ടാണ് ഈ കാണുന്നത്. അടുത്ത കേസ് എഗെയിൻ ഇതൊരു കേസ് ലേഡിയുടെ ബാംഗ്ലൂരിൽ നിന്നാണ്. അവർ എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത ഒരു കേസാണ് ഡോക്ടറെ, എനിക്ക് ഇതുപോലെ മുടി പെട്ടെന്ന് തന്നെ കൊഴിയുന്നു, എന്താ കാരണം എന്നൊന്നും അറിയില്ല. മകള് ഇങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ കോതിയപ്പം എനിക്ക് ഇവിടെ ഒരു ഒന്നും ഇല്ലാത്തൊരു ഫീലിംഗ് പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അത് എന്താന്ന് നോക്കിയപ്പം അവിടെ മുടിയില്ലാന്ന് മകളെയും കൊണ്ട് നോക്കിച്ചപ്പം മനസ്സിലായി അവൾ മുടിയില്ലാന്ന്. എഗെയിൻ ഇത് അതെ വിത്തിൻ 3 months 4 monthsനുള്ളിലുള്ള 4 months കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയ ഒരു റിസൾട്ട് ആട്ടോ ഇത്. അത് കഴിഞ്ഞ് അവർ മെഡിസിൻസ് ഒരു 2 പ്രാവശ്യം എടുത്തു. സെക്കൻഡ് ഫോളോ അപ്പ് വന്നപ്പം മുടി അല്പം വന്നു തുടങ്ങി കഴിഞ്ഞ് അവസാനം പിന്നത്തെ ഒരു ഫോളോ അപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കംപ്ലീറ്റ്ലി മുടി ഗ്രോ ചെയ്ത് കിട്ടി. എഗെയിൻ ഇത് എനിക്ക് ഈ പേഷ്യന്റ് ഹരിയാനയിൽ നിന്ന് എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ അഗെയിൻ ക്ലിനിക്കിൽ വരുന്ന പേഷ്യന്റ് റെഫർ ചെയ്തിട്ട് നമുക്ക് വന്ന കേസാണ്. ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി ഹരിയാന സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളി ഫാമിലിയാണ്. അപ്പൊ അവര് വരുന്ന സമയത്ത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നത് കുട്ടിയുടെ മുടിയുടെ അവസ്ഥ ഇങ്ങനെയാണ് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ്. ഇങ്ങനെ മുടി ഇങ്ങനെ പോകുന്നുണ്ട്, എന്താ കംപ്ലൈന്റ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. മെഡിസിൻസ് അയച്ചു കൊടുത്തു. അതുപോലെ ഇതും ഒരു വിത്തിൻ 6 months എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 2 or 3 പ്രാവശ്യം മെഡിസിൻ എടുക്കുള്ളൂ. മിക്കപ്പോഴും ഞാൻ ഈ ഹെയർ ഫോളിനൊക്കെ മെഡിസിൻസ് അയക്കുന്ന സമയത്ത് 1 മന്തിന് ഞാൻ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ 1 മന്തിന് മെഡിസിൻസ് കൊടുക്കും. കാരണം എവറി 2 weeks നമ്മൾ പേഷ്യന്റിനെ വിളിച്ച് കേസ് എടുത്ത് നോക്കാൻ പറ്റില്ല. കാരണം 1 month എങ്കിലും കഴിഞ്ഞാലാണ് നമുക്കൊരു ഹെയർ ഫോളിക്കിൾസ് ഒരു 1.5 month കഴിയുമ്പോഴാണ് എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയേക്കണത് ഹെയർ ഫോളിക്കിൾസ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നത്. അത് കഴിഞ്ഞ് സ്ലോലി അപ്പൊ അവര് വന്നിട്ട് പറയാം ഡോക്ടർ ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല, സെയിം ആണ് കണ്ടീഷൻ, നോക്കൂ ഡോക്ടറെ എന്ന് പറയുമ്പോൾ നമ്മൾ മാഗ്നിഫൈങ് ലെൻസ് വെച്ചിട്ടാണ് നോക്കേണ്ടത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. മാഗ്നിഫൈങ് ലെൻസ് വെച്ചിട്ട് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയ ഹെയർ ഫോളിക്കിൾസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഹെയർ ഫോളിക്കിൾസ് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കണം, ദേ ഇങ്ങനെയുണ്ട്, വെയിറ്റ് ചെയ്യ്, ഒരു ഹെയർ ഒന്ന് ഒരു 0.5 സെന്റിമീറ്റർ ഒരു ഹെയർ ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഇറ്റ് ടേക്സ് 3 to 4 weeks. അത്രയും എടുക്കും. അതിന് ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം, അവരുടെ ജീവിത സാഹചര്യം, അവരുടെ സ്ട്രെസ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഹെയർ ഗ്രോത്ത് നമ്മളൊന്ന് കൺവിൻസ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ പേഷ്യന്റ് വിൽ പേഷ്യന്റ്ലി വെയിറ്റ് വിത്ത് us ആൻഡ് വി ക്യാൻ ഗിവ് വണ്ടർഫുൾ റിസൾട്ട്സ് വിത്ത് ഹോമിയോപ്പതി ഫോർ ദ സെയിം. ഇത് വേറൊരു കേസാണ്. എഗെയിൻ ഇത് പാച്ചി ആയിട്ട് ഹെയർ ഫോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേപോലെ നമ്മളുടെ അടുത്ത് വന്നു, കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഹെയർ ഗ്രോ ചെയ്യാൻ തുടങ്ങി. എഗെയിൻ ഇത് നമ്മുടെ അടുത്ത് വന്ന കേസ് തന്നെയാണ്. കേസ് ഇതുപോലെ മുടി പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ പേഷ്യന്റ് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ആയി. സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു. അപ്പൊ അവര് വേറെയും അസുഖങ്ങൾക്ക് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഒരു പേഷ്യന്റ് തന്നെയായിരുന്നു. അവർ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെയാണ് ഇഷ്യൂ ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് ഐ വിൽ സീ ടു ഇറ്റ്. അങ്ങനെ ഞാൻ ഇതും എടുത്ത് നോക്കി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് ഈ സെക്കൻഡ് വൺ. അപ്പം ഇന്ന് ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്നുണ്ട്. കാരണം ബൈ ബർത്ത് തന്നെ ആ കുട്ടിയുടെ 2 സൈഡിലും ഇപ്പൊ ഞാൻ അത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസാട്ടെ, ഇവിടെയും ഇവിടെയായിട്ട് മുടി പോയിട്ടുണ്ട്, ഈ 2 പോർഷനിലായിട്ട്. അതിന്റെ ഞാൻ പിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണിൽ. അപ്പം ഞാൻ അവർക്ക് അത് ബോധേഡായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി ഇത് മുടി പോയിട്ടുണ്ട്, ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും പല സ്ഥലത്തായിട്ടും മുടി പോകാൻ സാധ്യതയുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഇപ്പോഴേ ട്രീറ്റ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് മാറാൻ പറ്റുന്ന ഞാൻ അവര് റെക്കറന്റ് കഫ് കോൾഡ് കൊറൈസ അങ്ങനത്തെ പ്രശ്നങ്ങളും കൊണ്ട് വരുന്ന ഒരു പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പം അത് മെഡിസിൻസ് എടുത്തു തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. വേറൊരു പേഷ്യന്റ് ഇപ്പൊ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എന്താ പറയാ പിരികത്തില് ഒരു സ്ത്രീയാണ്. പിരികത്തിന്റെ ഈ ഭാഗത്തുനിന്ന് ഇത്രയും ഹെയർ ഫോൾ അങ്ങ് വന്നു. ഇത്രയും ഭാഗത്തുനിന്ന് ഒട്ടുമില്ല പിരികം. അപ്പൊ അവര്
എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം റിലേറ്റീവ്സ് പറഞ്ഞത് വൃത്തികേടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് അവര് വന്നത്. വേറൊരു പേഷ്യന്റ് ഇപ്പൊ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഇവിടെ മുസ്താഷിലും ബിയേർഡിലും ഒക്കെ ഹെയർ ഫോൾ ഉള്ള കേസുകളുണ്ട്. അങ്ങനത്തെ കേസൊക്കെ ഇപ്പൊ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതൊക്കെ ജേർണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വേറെയും എനിക്കിതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് അച്ഛനും മക്കളും മകനും കൂടി വന്നു. മക്കളൊക്കെ കാണുന്ന ഒരു ഫാമിലിയാണ്. അപ്പൊ അത് പുള്ളിക്ക് താടിയില് ഹെയർ ഫോൾ വന്നു. അപ്പൊ ഞാൻ വെറുതെ ഫോട്ടോ എടുത്ത് വെച്ചു. പക്ഷെ ഒറ്റ പ്രിസ്ക്രിപ്ഷനേ കഴിഞ്ഞുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം കുട്ടീനെയും കൊണ്ട് അമ്മ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഹസ്ബൻഡിന്റെ ഫേസില് ആ താടിയുടെ അവിടെ ഹെയർ പോയത് ഇപ്പൊ എങ്ങനെയുണ്ട്? അത് കഴിച്ചപ്പോ മാറിപ്പോയി ഡോക്ടറെ. അത് അവര് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ചിലവർക്ക് ഇതൊരു വലിയ കോസ്മെറ്റിക് പ്രോബ്ലം ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് എന്തോരം പ്രോബ്ലംസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ പലർക്കും അത് സിമ്പിൾ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് വെരി ബിഗ് ഇഷ്യൂ. അപ്പം ഇനി നമുക്ക് ജനറലി അലോപേഷ്യ എൻ്റെ ഒരു അപ്രോച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അലോപേഷ്യ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അറിയേണ്ട ചെറിയ കാര്യങ്ങളുണ്ട്. അലോപേഷ്യ ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ that causes hair loss, typically round patch on the scalp and other parts of the body. അങ്ങനെ റൗണ്ട് പാച്ച് ആയിട്ട് നമ്മളുടെ തലേന്ന് പോകുന്ന ഒരു കണ്ടീഷനാണ് അലോപേഷ്യ എന്ന് പറയുന്നത്. അതിന്റെ കോസസ് എന്താണെന്ന് ആദ്യം നമ്മൾ അറിയണം. കോസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനും നമ്മൾ ഏത് മെഡിസിൻസ് കൊടുക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിനോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ഡോക്ടേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ അപ്രോച്ചാണ് പറയുന്നത്. നമ്മൾ എന്താണ് വൈ ദിസ് പേഷ്യന്റ് ഈസ് സഫറിങ് വിത്ത് അലോപേഷ്യ എന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് മെഡിസിൻ കൊടുത്താലാണ് ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം മിക്കപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ കാര്യങ്ങളുണ്ടെങ്കിൽ, അതായത് പ്രൈമറി കോസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ഇമ്മ്യൂൺ സിസ്റ്റം മിസ്റ്റേക്ക്ലി അറ്റാക്ക് അവർ ഹെയർ ഫോളിക്കിൾ. നമ്മുടെ പ്രതിരോധ ശേഷി നമുക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്ന സമയം, ചില സമയങ്ങളിൽ സിസ്റ്റമാറ്റിക് ലൂപ്പസ് എറിത്തമാറ്റോസിസ്, അല്ലെങ്കിൽ ചില ആർത്രൈറ്റിസുകൾ, അല്ലെങ്കിൽ ചില കേസുകളിൽ നമ്മൾക്ക് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ കംപ്ലൈൻസ് വരാൻ സാധ്യതയുണ്ട്. ചിലത് ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് ചില സമയത്ത് അലോപേഷ്യ ഫാമിലിയിൽ റൺ ചെയ്യും, ക്ലോസ് റിലേറ്റീവ്സ്. ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന ഒരു കേസിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അച്ഛന് ഓൾറെഡി അലോപേഷ്യ വന്നിരുന്നു. കുറച്ച് നാൾ അച്ഛന്റെ മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മകനും അതേ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു. ചില സമയത്ത് നമ്മൾ ഇങ്ങനത്തെ കേസിൽ ഞാൻ മെഡിസിൻ കൊടുക്കുമ്പം നമ്മൾ അച്ഛന് വർക്ക് ചെയ്ത സെയിം മെഡിസിൻസും തന്നെ മകനും ചില കേസിൽ മകനും വർക്ക് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് വരാറുണ്ട്. അടുത്തത് എൻവറോൺമെന്റൽ ട്രിഗേഴ്സ്. അതായത് ഇപ്പൊ ചില സമയത്ത് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ. അപ്പൊ ചില സമയത്ത് ഇവിടെ നിന്ന് മാത്രം ഹെയർ ഫോൾ പോലെ വരാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്, ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്, അത് എന്തുമാവാം. ചിലപ്പോൾ ഫാമിലിയിലാവാം, നമ്മുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അത് ഫൈനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യലി, അല്ലെങ്കിൽ നമ്മൾക്കൊരു ജോബ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആവും. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോൾ ആ സ്ട്രെസ്സിനെ തുടർന്നായിരിക്കും ഈ ഹെയർ ഫോൾ വരാൻ ടെൻഡൻസി ഉണ്ടാവുന്നത്. എഗെയിൻ ഇത് നമ്മൾ ചില സമയത്ത് ആ സ്ട്രെസ് എന്താണെന്ന് അന്വേഷിച്ചിട്ട് ആ സ്ട്രെസ്സിനെ ഒന്ന് അഡ്രസ് ചെയ്താലായിരിക്കും ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാം. അടുത്തത് ഹോർമോൺ ഇംബാലൻസ്. എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഹെയർ ഫോൾ വരാം. എസ്പെഷ്യലി PCOD പോലത്തെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഹെയർ ഇവിടെ നിന്ന് ഒരു മെയിൽ പാറ്റേൺ ഹെയർ ഫോൾ വരാൻ ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രീമെൻസ്ട്രൽ സിൻഡ്രോം, മെനോപോസൽ ടൈം, പ്രഗ്നൻസി കഴിഞ്ഞ് ഒരു 3 to 4 months കഴിഞ്ഞു കഴിയുമ്പം ലേഡീസിന് ഭയങ്കര ഹെയർ ഫോൾ പറയാം. ഇതൊക്കെ ഒരു റീസൺ ആണ്. മീൻസ് ഇതൊക്കെ വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ട്രിഗർ ദ ഹെയർ ഫോൾ. അടുത്തത് മെയിൻ പ്രോബ്ലം വരുന്നതാണ് അലർജി. നമുക്കറിയാം, അലർജി വരുന്ന സമയത്ത് അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും.
അങ്ങനെ ട്രിഗർ ചെയ്യുന്ന അവസ്ഥയിലും നമുക്ക് ചില സമയത്ത് ഇതുപോലെ അലോപേഷ്യ വരാൻ സാധ്യതയുണ്ട്. ഇനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏതാണെന്ന് ജസ്റ്റ് ഇവിടെ വിറ്റിലിഗോ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, തൈറോയ്ഡ്, ടൈപ്പ് 1 ഡയബറ്റീസ്, ഇങ്ങനത്തെ പല സ്റ്റേജുകളിലും ഈ പേഷ്യന്റിന് ഇതുപോലെ മീൻസ് പേഴ്സണിന് ഇതുപോലെ സഫറിങ് വരാൻ ടെൻഡൻസി ഉണ്ട്. അടുത്തതാണ് സൈക്കോളജിക്കൽ ഫാക്ടർ. ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് ക്യാൻ പൊട്ടൻഷ്യലി ട്രിഗർ ആൻഡ് വേഴ്സൺ ദ കണ്ടീഷൻ. അതായത് എല്ലാവരും സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് തന്നെ പലർക്കും ഇന്ന് ചില പേഷ്യന്റ് ഒന്നും ദേ ആർ നോട്ട് ലീസ്റ്റ് ബോതേർഡ്. ഇനി ഇതില് പറയാത്തൊരു ഫാക്ടർ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്തൊരു ഫാക്ടർ ആണെങ്കിലും പറയേണ്ട ഒരു കാര്യമുണ്ട്, ഡയറ്റ്. കാരണം ഞാൻ ഇന്ന് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നോക്കുമ്പം മെഡിസിൻ മാത്രമല്ല ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഐ ഗീവ് എ പ്രോപ്പർ വാട്ട് ടു ഈറ്റ്, ഹൗ ടു ഈറ്റ് എന്നും കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്ത് വരുന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ഒരു 30s-ലും 40s-ലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും തന്നെ നമ്മളൊന്ന് ഒരു ദിവസം അവർ കഴിക്കുന്ന ഫുഡ് എന്താണെന്ന് ചോദിച്ചു നോക്കും. അവർ രാവിലെ കഴിക്കുന്നത് തുടങ്ങി വാട്ട് ഈസ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, വാട്ട് ഈസ് യുവർ ലഞ്ച് ആൻഡ് വാട്ട് ഈസ് യുവർ ഡിന്നർ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പത്തറ്റിക് ആണ് അവരുടെ കണ്ടീഷൻ. ഒരു പ്രോപ്പർ ആയിട്ടൊരു ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ അത് എന്റെ ഞാൻ കഴിക്കുന്ന ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ സ്കൂളുകളിൽ 3 കാര്യം പഠിപ്പിക്കണം ഇന്ന് പിള്ളേരെ. ഒന്ന് ഡയറ്റ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്. അതൊക്കെ ഇന്ന് ഒരു ചാപ്റ്റർ ആയിട്ട് അവർ പഠിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കുന്നുണ്ടെങ്കിലും അതല്ല പറയേണ്ടത്. കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള പഠിത്തം കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കോമൺ ആയിട്ട് വരാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇന്ന് അലോപേഷ്യ കൂടാനുള്ള മെയിൻ കാരണം. അപ്പൊ നമ്മൾ പലപ്പോഴും അതിൻ്റെ അകത്ത് പിള്ളേരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് നമ്മൾ കഴിക്കുന്ന ഒരു ചിക്കൻ പല സ്ത്രീകളും ഇപ്പൊ നിങ്ങൾ ക്ലിനിക്കിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നുണ്ടാവും, ഡോക്ടറെ ഞാൻ മീനും ഇറച്ചിയും മുട്ടയൊന്നും കഴിക്കാനുള്ള, പക്ഷെ എന്റെ ഷുഗർ കൂടുതല. അതെന്താ ഡോക്ടറെ? ഞാൻ കഴിക്കുന്ന മീൻ, ഇറച്ചി, മുട്ട പ്രോട്ടീൻ ആണെന്നും ഞാൻ കഴിക്കുന്ന ചോറ് കാർബോഹൈഡ്രേറ്റ് ആണെന്നും ഞാൻ കഴിക്കുന്ന നട്ട്സ്, ബദാം, പിസ്തയൊക്കെ സോഴ്സ് ഇന്നതാണെന്നും 90% ആൾക്കാർക്കും നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഇപ്പോഴും അറിയില്ല എന്നാണ് എനിക്കിപ്പോഴും പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. എന്ത് കഴിച്ചാൽ ഏത് കൂടുമെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നോളജ് ഉള്ളവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു അവയർനെസ് അബൌട്ട് ദ ഫുഡ് എന്നുള്ളതും ഈ അലോപേഷ്യ ട്രീറ്റ് ചെയ്യാൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് നോക്കാം ടൈപ്പ് ഓഫ് അലോപേഷ്യ. സിക്കാട്രിക്കൽ അലോപേഷ്യ, അതായത് ഒരു പോർഷനിൽ മാത്രമായിട്ട് ഇങ്ങനെ പോകും. അതിപ്പോ ഞാൻ ആ ഒരു കുട്ടിയുടെ കേസ് കാണിച്ചാൽ ആ കുട്ടിയുടെ കേസ് ഇതേപോലെയാണ് വന്നേക്കണത്. അതായത് ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകുന്ന ഒരവസ്ഥ. പിന്നെ അലോപേഷ്യ ഏറിയേറ്റ. അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ മാത്രം ഇങ്ങനെ പോവുക. അതും ഞാൻ കേസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രിക്കോറ്റില്ലോമാനിയ, അത് നമുക്കറിയാം, ഹെയർ ഇങ്ങനെ പുള്ള് ചെയ്ത് ഹെയർ ഫോൾ വരുന്ന അവസ്ഥ. ടീലോജൻ എഫ്ലൂവിയം, അത് ഇങ്ങനെ ഒരു ഡിഫ്യൂസ് ആയിട്ട് ഹെയർ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവിടെ. ഹെയർ ഉണ്ടാവും, പക്ഷെ ആ ഹെയറിന്റെ ഒരു സ്പേസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരവസ്ഥ. അടുത്തത് കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് അലോപേഷ്യ. അത് നമുക്കറിയാം, ക്യാൻസർ പോലത്തെ ഒരു രോഗം വന്നാൽ അതിന് ശേഷം കീമോതെറാപ്പി അണ്ടർഗോ ചെയ്ത് കഴിയുമ്പോൾ പല പേഷ്യൻസും പോകണ്ട, അതായത് കീമോതെറാപ്പി അണ്ടർഗോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ അവസ്ഥ വരുന്ന സമയത്ത് അവർക്ക് ഹെയർ ഫോൾ വരും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടീനിയ ക്യാപിറ്റസ്. ടീനിയ ക്യാപിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്ക്, ഫംഗൽ ഇൻഫെക്ഷൻ നമ്മളുടെ ഹെഡിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു അവസ്ഥ വീണ്ടും വരാൻ ടെൻഡൻസി ഉണ്ട്. പിന്നെ കൺജനൈറ്റൽ അലോപേഷ്യ. കൺജനൈറ്റൽ അലോപേഷ്യ ഇപ്പൊ ഈ കുട്ടിയുടെ കേസിൽ കണ്ടോ, തലയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഹെയർ ഫോൾ സെയിം ആണ്. നമ്മളിപ്പൊ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി അങ്ങനെയാണ്. അത് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റിൽ ഇരിക്കുന്ന കേസാണ്. ഈ സെയിം ആണ് കൺജനൈറ്റൽ അലോപേഷ്യ. അതായത് ഈ 2 സൈഡിലാണ് ആ കുട്ടിക്ക് മുടി പോയേക്കണത്. ഒരു വട്ടത്തിൽ ഇതേ പാറ്റേണിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആണ് മുടി പോയേക്കണം. അവരും വന്ന് പറഞ്ഞത് ജനിച്ചപ്പോഴേ ഡോക്ടറെ അവന് അവിടെ മുടിയില്ല, ഞങ്ങൾ വിചാരിച്ച അവനെ കിടത്തിയിട്ട് അങ്ങനെ മുടി പോയേക്കണതാണ് എന്നാണ് വിചാരിച്ചതെന്ന് പറഞ്ഞു അവര്. പിന്നെ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളുണ്ടാവും ഇങ്ങനെ മുടി വലിച്ച് കെട്ടാൻ ശീലമുള്ള സ്ത്രീകളുണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ വരുന്നതാണ് ഈ ട്രാക്ഷൻ അലോപേഷ്യ.
ചിലര് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ വലിച്ചിട്ട് ഇവിടുത്തെ ഇങ്ങനെ ഫോളിക്കിൾസ് ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണ പോലെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര വലിച്ചു കെട്ടുന്ന. പിന്നെ ആൻഡ്രോജെനറ്റിക് അലോപേഷ്യ, അത് ഗ്രോസ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. അടുത്തത് എങ്ങനെയാണ് അലോപേഷ്യയുടെ സിംറ്റംസ് നമുക്ക് പ്രസന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്മോൾ ബോൾഡ് പാച്ചസ് ഓൺ ദ സ്കാൽപ്പ്, അതെന്ന് വെച്ചാൽ ഒരു പോർഷനിലായിട്ട് കുറച്ച് കുറച്ച് മുടി ഇല്ലാത്ത പോലത്തെ ഒരവസ്ഥ കാണാൻ പറ്റും. ചിലത് നമുക്കറിയാം ഇത് തലയിൽ മാത്രമല്ല ഉണ്ടാവുക, ചിലപ്പോൾ പിരികത്തിന്ന് പോകാം. ഇപ്പൊ മെയിൽ ആണെങ്കിൽ അവരുടെ ചെസ്റ്റ് ഭാഗത്ത് നിന്ന് ഹെയർ പോകാം, ചിലപ്പോൾ അവരുടെ മുസ്താഷിന്ന് പോകാം, ചിലപ്പോൾ അവരുടെ താടിന്ന് പോകാം. അങ്ങനെ ഏത് പാർട്ടിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് മുടി ഇതുപോലെ പാച്ച് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഹെയർ ഗ്രോസ് ബാക്ക് ഇൻ വൺ സ്പോട്ട് ആൻഡ് ഫോൾസ് ഔട്ട് ഇൻ ദ അതർ. അതായത് ഒരു സ്ഥലത്ത്, ഞാൻ അത് എപ്പോഴും പേഷ്യന്റ് അടുത്ത് പറയണതാണ്, ഒരു സ്ഥലം അവർ മുടി വന്ന് അവർ സന്തോഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ ആ മുടി വന്ന് അവരെപ്പോഴും എല്ലാ പേഷ്യന്റും ഇപ്പൊ ഈ ട്രീറ്റ് ചെയ്ത എല്ലാ പേഷ്യന്റും വൺസ് മുടി അവർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഈവൻ ദോ വി അഡ്വൈസ് ദേ ആർ റിലക്റ്റന്റ് ടു അപ്രോച്ച് എന്നാണ് ഞാൻ പറയാ. കാരണം വെച്ചാൽ അവരോട് നമ്മൾ പറയും ഇന്ന സ്ഥലത്തും മുടി പോയാലും വന്നാലും കുറച്ച് നാളും കൂടി നിങ്ങൾ മെഡിസിൻസ് എടുക്കണം എന്ന് പറയണം. കാരണം ഒരു സ്ഥലത്തുനിന്ന് പോയാലും ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഒരു പേഷ്യന്റ്, പുള്ളി ദുബായിൽ നിന്ന് എന്നെ കൺസൾട്ട് ചെയ്തതാ. ഇതേപോലെ തന്നെ മെഡിസിൻ കൊടുത്തു. ഒറ്റ പ്രാവശ്യം അങ്ങാണ്ട് ദുബായി പോയപ്പം ഒരു 4 മാസത്തെ മെഡിസിൻ അങ്ങാണ്ട് കൊണ്ടുപോയി. ആ മെഡിസിനുമേ തന്നെ കംപ്ലീറ്റ്ലി ക്യൂർ ആയി. അപ്പൊ കംപ്ലീറ്റ്ലി ക്യൂർ ആയിട്ട് പിന്നെ വന്നേ ഇല്ല. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീണ്ടും പുള്ളിക്ക് അതിലും കൂടുതൽ മുടി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുടി വന്നാലും കുറച്ച് നാളും കൂടി മെഡിസിൻസ്, അത് എസ്പെഷ്യലി ഹോമിയോപ്പതിയിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് എന്താണോ നമ്മൾ ആ പെർട്ടിക്കുലർ പേഷ്യന്റിന് കൊടുത്തത് അത് നമ്മൾ കൊടുക്കണം എന്നാണ് ഞാൻ പേഴ്സണലി എൻകറേജ് ചെയ്യാം. ഇനി ബ്രിട്ടിൽ ആൻഡ് റെഡ് ഫിംഗർ നെയിൽസ് ആൻഡ് ടോസ്, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അലോപേഷ്യ ഇവിടെ മാത്രമല്ല അഫക്ട് ചെയ്യുക, നമ്മളുടെ നെയിൽസിന്റെ ഒക്കെ ഫിംഗേഴ്സിന്റെ ഒക്കെ ഒരു ബ്രിട്ടിൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന പോലെ അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഡൻസിയും കൂടി ബോഡിയിൽ ഉണ്ടാവും. ഇനി നമ്മൾ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക എന്ന് നോക്കാം. കാരണം നമ്മുടെ ക്ലിനിക്കിൽ, കാരണം ഞാൻ ഇപ്പോഴും പറയാണ്, പലപ്പോഴും നമ്മൾ ഇത് വേറെ ചികിത്സാ രീതികൾ ഒപ്റ്റ് ചെയ്യണ സമയത്ത് അതേ ഇതിലെ ആ പ്രോസസ്സൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് അത്രയും സിമ്പിൾ ആയിട്ടും പേഷ്യന്റിന്, പൊതുസമൂഹത്തിന് ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സിസ്റ്റം നമ്മൾ ശരിക്കും ഇതിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് ഞാൻ പറയണത്. വിഷ്വൽ എക്സാമിനേഷൻ, അതായത് ഇതിപ്പം നമുക്ക് ഏതൊരു ഡോക്ടർക്കും ഒന്ന് പഠിച്ചു കഴിഞ്ഞ ഒരു ഡോക്ടർക്കും വെറുതെ ഒന്ന് തലമുടി ഒന്ന് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് അലോപേഷ്യ ആണോ. ഇനിയിപ്പം അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഏരിയയിൽ നിന്ന് മാത്രമാണ് പോകുന്നത്. ചിലവർക്ക് അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറഞ്ഞാൽ തലമുടി മൊത്തം തലേന്ന് സ്കാൽപ്പിൽ നിന്ന് മാത്രം പോകുമ്പോഴാണ് അലോപേഷ്യ ടോട്ടാലിസ്. നേരെ മറിച്ച് പിരികത്തിന്നും മുഖത്തുനിന്നും അല്ലെങ്കിൽ ബോഡിയിലത്തെ ഫുൾ ഹെയർ പോകും. അവര് ഫുൾ ഹെയർ ബോഡിയിൽ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ വരുന്നതാണ് അലോപേഷ്യ യൂണിവേഴ്സാലിസം. അപ്പൊ ഇതെല്ലാം പേഷ്യൻസിന്, ഇങ്ങനത്തെ എല്ലാം ആൾക്കാരും നമ്മളുടെ ചുറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ ഈ അലോപേഷ്യ വരുന്ന ആൾക്കാർക്ക് നെയില്, ഞാൻ പറഞ്ഞു നെയില് ചിലത് പിറ്റഡ് ആവാം, റഫ് ആവാം, അതുപോലെ തന്നെ ബ്രിട്ടിൽ ആവാം, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു ടെൻഡൻസി. ഇതെല്ലാം അലോപേഷ്യയുടെ ഒരു സിംറ്റംസ് ആണ്. നമ്മൾ ഇനി ഹിസ്റ്ററി എടുക്കുമ്പോൾ, പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ പാസ്റ്റ് ഹിസ്റ്ററിയും ഫാമിലി ഹിസ്റ്ററിയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും, ഇപ്പൊ ചില പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്നവരെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്, ഇറ്റ് ഈസ് വെരി കോമൺ ആണ്, നമുക്കറിയാം. അപ്പൊ അവരെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന് മെഡിസിൻ എടുക്കുന്ന ആളായിരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇറ്റ്സ് ആൻ അണ്ടർലൈനിങ് കോസ് ഫോർ ദ അലോപേഷ്യ. എന്റെ അടുത്ത് ഇവിടെ ഹെയർ പോയി എന്ന് പറയുന്ന സ്ത്രീയുടെ കേസ് എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവർ PCOD വിത്ത് ഹൈപ്പോതൈറോയിഡ് ഉള്ള ഒരു സ്ത്രീയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഹെയർ പുള്ളിങ് ടെസ്റ്റ്, അതായത് നമ്മളൊന്ന് ഹെയർ വലിച്ചു നോക്കാം. അപ്പൊ ചില സമയത്ത് ഹെയർ വലിക്കുമ്പോൾ അത് നല്ല ഒരു ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾക്ക് ആ ഹെയർ നമ്മുടെ കയ്യിലേക്ക് അങ്ങ് ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാൻ നേരത്തെയും പറഞ്ഞു ഡെർമറ്റോസ്കോപ്പ്, അതായത്
നമ്മള് ഒരു മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ അലോപേഷ്യ വരുന്ന കേസിൽ മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് നോക്കണം. ആ അലോപേഷ്യ വന്ന ഒരു ഏരിയയില് ഫംഗൽ ഇൻഫെക്ഷൻ പോലെ എന്തെങ്കിലും ഉണ്ടോ, വൈറ്റ് കളറിലെ പൗഡറി ആയിട്ട് സ്കെയിലി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ആ മുടി പോയ ഭാഗത്ത് വേറെ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യണം. ചിലപ്പോൾ അവിടെ തിക്ക് ക്രസ്റ്റ് പോലെ ഉണ്ടാവാം. ഈ ക്രസ്റ്റ് നമ്മളൊന്ന് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ബ്ലീഡ് ചെയ്തെന്നിരിക്കാം. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമ്മളൊരു മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ഞാൻ പറഞ്ഞില്ലേ പേഷ്യന്റ് വരുന്ന സമയത്ത് നമുക്ക് സെക്കൻഡ് വിസിറ്റിലോ തേർഡ് വിസിറ്റിലോ ആയിരിക്കും പേഷ്യന്റ് ഒരു വ്യത്യാസമില്ല ഡോക്ടറെ, ഒരു വ്യത്യാസമില്ല എന്ന് പറയുമ്പം നമുക്ക് ആ ഹെയർ ഫോളിക്കിൾസ് ചിലപ്പോൾ എന്ന് വെച്ചാൽ ആ രോമകൂപം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. നമുക്കത് ചില സമയത്ത് അവരെ ഈ മാഗ്നിഫൈങ് ലെൻസ് ഉപയോഗിച്ച് നമ്മൾ കാണിക്കാനും അവരെ കൺവിൻസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. ചില കേസിൽ നമ്മൾ അവിടെ നിന്ന് ഹെയർ ഫോളിക്കിൾസ് എടുത്ത് ബയോപ്സിക്ക് അയച്ച് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളതും അല്ല ഒരു അൺസർട്ടൈൻ കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബയോപ്സി ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. ഇനി എന്തൊക്കെയാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നോക്കാം. ടീനിയ ക്യാപിറ്റിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫംഗൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ കണ്ടീഷൻ വരാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ ചില ആൾക്കാർക്ക് അതൊരു ബിഹേവിയറൽ ഡിസോർഡർ പോലെയുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ ട്രൈക്കോറ്റില്ലോമാനിയ എന്ന് പറയണത്. കാരണം എപ്പോഴും ഇങ്ങനെ മുടിയെടുത്ത് അവരിങ്ങനെ പിരിച്ചിരിക്കും. പക്ഷെ പിരിച്ചിരിക്കണതല്ല, പിരിച്ച് പിന്നെ അത് അറിയാതെ അവരുടെ കയ്യിലേക്ക് അവർ വരികയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ട്രാക്ഷൻ അലോപേഷ്യ ഞാൻ അഗെയിൻ പറഞ്ഞു. ഇന്ന് ഹെയർ സ്റ്റൈലിംഗ് ഇസ് എ വെരി കോമൺ, എസ്പെഷ്യലി ഇൻ ദ യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഒരു 50s ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇന്ന് ഹെയർ സ്റ്റൈലിംഗ് ഒരു ഇതാണ്. അപ്പൊ ഹെയർ സ്റ്റൈലിംഗ് പലതും സൈഡ് എഫക്റ്റ് ഇല്ല എന്നൊക്കെ പറയുന്നതാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഹെയർ സ്റ്റൈലിങ്ങിലും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈലിങ്ങിന് വേണ്ടി മുടീനെ നമ്മൾ ഭയങ്കരമായിട്ട് വലിക്കുകയും പിടിക്കുകയും ചെയ്യുന്നതൊക്കെ ഒരു റീസൺ ആണ്. ദാറ്റ് ഇസ് എ മെയിൻ കോസ് ഫോർ ട്രാക്ഷൻ അലോപേഷ്യ. ഇനി ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ സിസ്റ്റമാറ്റിക് ലൂപ്പസ് എറിത്തമാറ്റോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കോസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കാം. പിന്നെ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ലൈക്ക് സിഫിലിസ് പോലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജനറലി ഒരു ഹെയർ ഫോൾ കേസിൽ നമ്മൾ അറിഞ്ഞാൽ മതി. കാരണം പക്ഷെ കേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം ഇങ്ങനത്തെ കേസ് എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു വൺ സൈഡഡ് ഡിസീസ് പോലെയാണ്. അതായത് വലിയ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അഗ്രവേഷനും അമിലിയറേഷനും ഒന്നും ഉണ്ടാവില്ല. സിൻസ് എത്ര നാളായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 months ആയി പെട്ടെന്ന് ഞങ്ങൾ നോട്ടീസ് ചെയ്തു, ഇതൊക്കെ കിട്ടുള്ളൂ. അഗ്രവേഷനും അമിലിയറേഷനും ഒന്നും അവിടെ കിട്ടുന്നുണ്ടാവില്ല. പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും അലർജി ഉണ്ടോ, തുമ്മലുണ്ടോ, ശ്വാസം മുട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ അന്വേഷിക്കേണ്ടി വരും. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. ഫാമിലി ഹിസ്റ്ററിയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അപ്പം ഇതിൻ്റെയൊക്കെ ബേസിൽ പിന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് ചോദിക്കേണ്ടത് മറ്റേ പേഴ്സണൽ ഹിസ്റ്ററിയാണ്. അപ്പൊ പേഴ്സണൽ ഹിസ്റ്ററിയിൽ അവരുടെ ആപ്പറ്റൈറ്റ്, ബവൽ, ബ്ലാഡർ, തേഴ്സ്റ്റ്, തെർമൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ഇനി ജനറൽ മാനേജ്മെന്റ്. ഈ ജനറൽ മാനേജ്മെന്റ് വരുന്ന കേസിൽ ഞാനിപ്പോ ഇവിടെ ഹെയർ ഫോളിന് ഒരു ഹെൽത്തി ഡയറ്റ് എന്ന് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറയണത് എന്ത് കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് എന്തെങ്കിലും കഴിച്ചാൽ പോരെ. ഇപ്പം ഫോർ എക്സാമ്പിൾ പൾസസ് നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ചെറുപയർ, പരിപ്പ്, കടല അങ്ങനത്തെ സാധനങ്ങളെല്ലാം കഴിക്കണം. എഗെയിൻ അതിൽ റിച്ച് ഇൻ പ്രോട്ടീനും അതുപോലെ ഫൈബറും ഒക്കെ അടങ്ങിയതാണ്. എഗെയിൻ പ്രോട്ടീനും ഒക്കെ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സെക്കൻഡ് വൺ, നട്ട്സ്. അപ്പം നട്ട്സിലെ എസ്പെഷ്യലി നമുക്കറിയാം ബദാം ഒക്കെ ഹെയറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇടയ്ക്ക് ബദാം ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം അവരുടെ അടുത്ത്. അപ്പൊ എഗെയിൻ അത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും നട്ട്സ്.
ഇനിയിപ്പം അയൺ ഡെഫിഷ്യൻസി ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ്സ് പോലുള്ള കാര്യങ്ങൾ അവരുടെ ഇപ്പൊ നമ്മൾ നോക്കണം നമ്മുടെ വരുന്ന പേഷ്യന്റ് ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും ഇവരുടെ കോസ് ഇതാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഡയറ്റിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ ഡേറ്റ്സ് പോലത്തെ സാധനങ്ങൾ അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം. ഞാൻ ജനറലി പേഷ്യൻ്റെ അടുത്ത് മില്ലറ്റ്സിൽ റാഗി ഇൻക്ലൂഡ് ചെയ്യാൻ പറയും. കാരണം റാഗി ഈസ് റിച്ച് ഇൻ അയൺ, വൈറ്റമിൻ ഡി, കാൽഷ്യം. അപ്പൊ ഇത് മൂന്നും ഉള്ള ഒരു സാധനമാണ് റാഗി. അപ്പം ഇത് മൂന്നും ഹെയർ ഫോളിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയും. സീഡ്സ് എന്ന് പറയുന്നത് സീഡ്സ്, അതായത് ചിയ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, മസ്ക്മെലൺ സീഡ്, ഇങ്ങനത്തെ സീഡ്സ് നമ്മൾ ഇപ്പൊ അതുപോലെ തന്നെ സെസമി സീഡ്, വെള്ള എള്ളും കറുത്ത എള്ളും ഇതെല്ലാം ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് അവരോട് അവരുടെ ഡയറ്റിൽ അത് വെറുതെ കഴിക്കണം അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാം അങ്ങനെ. അപ്പൊ ഇത് അഗെയിൻ ഇതിന്റെ അകത്ത് റിച്ച് ഇൻ സിങ്ക്, സെലീനിയം, കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അഗെയിൻ ഇതെല്ലാം നമ്മൾക്ക് ബേസിക്കലി നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ട ഉള്ള മിനറൽസ് ആണ്. മനസ്സിലായോ? നമ്മൾ ഡയറ്റില് നമ്മളുടെ ഈ ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലില് നമ്മൾ ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ളത് കഴിക്കാനൊക്കെ നമ്മൾ മറന്നു പോയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ കൂടുതലും വരുന്നത്. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ചില സമയത്ത് പറയാറുണ്ട്. പിന്നെ നെല്ലിക്ക റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. അപ്പൊ നെല്ലിക്ക ജ്യൂസ് അടിച്ചിട്ട് ആ നെല്ലിക്കയും വേപ്പിലയും ജീരകവും ഉപ്പും കൂടി ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാൻ പറയാം. ഇപ്പം എഗെയിൻ അതിൻ്റെ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, വേപ്പില നമ്മൾക്കറിയാം ഹെയർ ഫോളിനും ഹെയറുടെ ഗ്രോത്തിനും നമ്മൾ പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം നെല്ലിക്ക നമുക്കറിയാം വൈറ്റമിൻ സി അടങ്ങിയ ഒരു സാധനമാണ്. ജീരകം എഗെയിൻ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും ഈ ജീരകം പോലത്തെ സാധനങ്ങൾ, നല്ല ജീരകം പോലത്തെ സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇത് മൂന്നും ചെല്ലുമ്പോൾ ഒരു കാര്യമുണ്ട്, വൈറ്റമിൻ സി ഈസ് എഗെയിൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് അയൺ. നമ്മൾ കഴിക്കുന്ന വേപ്പിലയും മിന്റ് ലീവ്സും ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറയാം. ഇതിൽ രണ്ടിലും അയൺ ഉണ്ട്. അപ്പൊ ഈ വൈറ്റമിൻ സിയും അയൺ കോമ്പിനേഷൻ എടുക്കുമ്പോൾ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ പേഷ്യന്റിന് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറയും. അപ്പൊ അയൺ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യും. എഗെയിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് മീൻ, ഫിഷില് നമ്മളുടെ ചാള പോലത്തെ മീൻ, അങ്ങനെ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയാ. കാരണം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ചൂര പോലത്തെ മീനുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാ. ഇതൊക്കെ നമ്മളുടെ ഹെയറിന്റെ ഗ്രോത്തിനും പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡിക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇനി നമ്മൾ എപ്പോഴും ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ഇത് PCODക്കും ഇത് തന്നെയല്ലേ, ഇതിനെതിരെ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വിടുന്നതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് നമ്മളുടെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഹെയർ ഫോളും അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും അത് സ്ട്രെസ്സും ഹോർമോൺ ഇംബാലൻസും ഇതൊക്കെ പുറത്ത് വരുമ്പം അവർ വരുന്നത് അലോപേഷ്യ ഏറിയേറ്റ അല്ലെങ്കിൽ ഹെയർ ഫോൾ കൊണ്ടായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ അണ്ടർലൈൻ കോസ് എന്ന് പറയുന്നത് നമ്മളത് റെക്ടിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡയറ്റിൽ ഇങ്ങനെയൊക്കെ ചേഞ്ച് വരുത്താൻ നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ ശരീരത്തിൽ നീർക്കെട്ട് കൂടുതൽ ഉണ്ടാക്കുന്ന രീതിയിലത്തെ, അതായത് ചോറ്, മൈദ അടങ്ങിയ പോലത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പേഷ്യൻ്റെ അടുത്തൊന്ന് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും പറയണം. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് വെള്ളം ധാരാളം കുടിക്കാൻ പറയാം. ഈ വെള്ളം ധാരാളം കുടിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഇതിങ്ങനത്തെ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനും അവർക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുടി ഡ്രൈ ആയിട്ടിരിക്കാനും. എഗെയിൻ എഗ് വൈറ്റ് കൂടുതലായിട്ട് നമുക്കറിയാം, എഗ് വൈറ്റിന്റെ അകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എഗെയിൻ അത് ഹെൽത്തി ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ നമ്മൾ നന്നായിട്ട് എൻകറേജ് ചെയ്യാം. ഇനി നമുക്ക് സ്ട്രെസ് ആണ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ ഇന്ന് മിക്ക പേഷ്യന്റും വരുന്നത് നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് സ്ട്രെസ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അവരുടെ ഒരു ഘടകം തന്നെയാണ്. ഏതൊരു പേഷ്യന്റ് എടുത്താലും അവർക്കൊക്കെ സ്ട്രെസ് പല പ്രശ്നങ്ങളാണ്. അവരുടെ ഫാമിലിയിലാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ സോഷ്യൽ ആവാം, എവിടെയും ആവാം അവരുടെ പ്രശ്നങ്ങൾ കിടക്കുന്നത്. അപ്പം
എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ അറ്റ്ലീസ്റ്റ് പേഷ്യന്റിനോട് പറയാം, ഒരു ദിവസത്തിൽ ഒരു 24 hours ഒരു 45 minutes to 1 hour ഇൻ പേഴ്സൺ നമുക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നോക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ ലീവ് ചെയ്ത് ചിലപ്പോൾ കുറച്ചു നേരം നമ്മൾ സ്കൂളിൽ മറന്നുപോയ നമ്മളുടെ ചില കലകൾ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഡാൻസ്, പാട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിങ്, അല്ലെങ്കിൽ ചിലർ മേ ബി വെരി ഗുഡ് ആൻഡ് ഫൗണ്ട് ഓഫ് ഇൻ കുക്കിംഗ്. അങ്ങനെ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്ന കാര്യങ്ങൾ, ആ, അങ്ങനെ, അല്ലെങ്കിൽ കുറച്ചു നേരം പ്രാർത്ഥിക്കാം, കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യാം, കുറച്ചു നേരം യോഗ ചെയ്യാം. അപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ഓരോരുത്തർക്കും. ചിലവർക്ക് ഡിസൈനിങ് ആയിരിക്കും ഇഷ്ടം, അവർ നന്നായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യായിരിക്കും. അപ്പം അവരുടെ ചിലപ്പോൾ ബേസിക്കലി ബൈ പ്രൊഫഷൻ അവരൊരു എഞ്ചിനീയർ ആയിരിക്കും, പക്ഷെ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഡ്രസ് ഡിസൈനിങ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് ആയിട്ട് അവരുടേതായ പേഴ്സണൽ ഇഷ്ടങ്ങളെ പരിപോഷിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുക. അത് കുറെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആ സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നതോടെ ഇങ്ങനത്തെ കാര്യം മീൻസ് ഇങ്ങനെ ഓവർകം മീൻസ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി സ്പെസിഫിക് മാനേജ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളുടെ ഹോമിയോപ്പതിക് മെഡിസിൻസിൽ നമ്മളുടെ ട്രീറ്റ്മെന്റ് രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻഡിവിജ്വലിനെ ഇൻ പേഴ്സൺ എടുക്കും. അവരെങ്ങനെയാണ്, അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്, അവരുടെ മുൻകാലങ്ങളിൽ അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ വന്നു, അതെങ്ങനെ ചികിത്സിച്ചു, അവരുടെ പാരമ്പര്യത്തിൽ അവർക്ക് എന്തൊക്കെ അസുഖം വന്നു, അച്ഛൻ എന്ത് അസുഖം വന്നു, അമ്മയ്ക്ക് എന്ത് അസുഖം വന്നു, ആ അസുഖങ്ങൾ ഇവർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലേ, ഇവരിപ്പോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, ആ അസുഖങ്ങൾക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഹോമിയോ ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ ഒരാൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്ന് ഡിസൈഡ് ചെയ്തത്. രണ്ടാമത് അവരുടെ പേഴ്സണൽ ഹിസ്റ്ററി, അവര് ഭക്ഷണം കഴിക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്, അത് മധുരമാണോ എരിവാണോ പുളിയാണോ, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുക. ദാഹം എങ്ങനെ, വെള്ളം കുറച്ച് കുടിക്കുന്ന ആളാണോ, വെള്ളം നന്നായിട്ട് കുടിക്കുന്ന ആളാണോ, വയറ്റിൽ നിന്ന് റെഗുലർ ആയി പോകുന്നുണ്ടോ. എഗെയിൻ പലപ്പോഴും ഇതൊന്നും കോസിൽ ഇവര് നമ്മളിപ്പോ ഇതൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ കോസിൽ പറയുമ്പം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഹെയർ ഫോള് വരുന്ന പേഷ്യന്റിനും, അല്ലെങ്കിൽ ഹെയറിൽ ഡാൻഡ്രഫ്, അല്ലെങ്കിൽ ഫാറ്റ് സ്കെയിൽസ്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഹെയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന പേഷ്യൻസിന്റെ കംപ്ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരെന്തെങ്കിലും ഒരു വയറ് റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റമക് റിലേറ്റഡ് ഒരു പ്രോബ്ലം അവർക്ക് ഉണ്ടാവും. ഒന്നല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, നെഞ്ചരിച്ചില്, പുകച്ചില്, പുളിച്ചു തേട്ടല്, ഡിസ്പെപ്സിയ പോലത്തെ സിംറ്റംസ് ഇതൊക്കെ കാണിക്കാം. കാരണം എന്താ വെച്ചാൽ ഇവര് കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതിരിക്കുകയും അത് പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ വരാതിരുന്നാലും ചില സമയത്ത് ഈ ഹെയറിന്റെ ഇഷ്യൂസ് വരാൻ ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ യൂറിൻ, അവര് യൂറിൻ റെക്കറന്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക. അവരുടെ ഡിസ്ചാർജസ് എങ്ങനെയാണെന്ന് അന്വേഷിക്കുക. അവരുടെ തെർമൽസ് പൊതുവെ അവരെങ്ങനെയാണ്, അവരുടെ ശരീരപ്രകൃതം എങ്ങനെയാണ്, ലീനാണോ, തടിച്ചിട്ടുള്ള ശരീരപ്രകൃതമാണോ, അവർക്ക് ചൂടാണോ കൂടുതലും സഹിക്കാൻ പറ്റുന്നത്, തണുപ്പാണോ സഹിക്കാൻ പറ്റുന്നത്, ഇങ്ങനത്തെ എല്ലാം മൊത്തത്തിലും നമ്മളൊരു പേഷ്യന്റിനെ കാണുമ്പോൾ ഞാൻ വളരെ അധികം സമയമൊന്നും എടുത്ത് കേസ് എടുക്കുന്ന ആളല്ല കേട്ടോ. ഇപ്പൊ ഞാൻ പറയണ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര കുറെ ടൈം എടുത്ത്. എന്റെ എക്സ്പീരിയൻസിന്റെ ഇതില് ഞാൻ വിത്തിൻ 10-15 മിനിറ്റ്സ് പാസ്റ്റ് ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി, സ്ട്രെസ് എല്ലാം നോക്കും, ഫട്ടാഫട്ട് പറഞ്ഞ് ഞാൻ ഇതാക്കും. കാരണം ഇപ്പൊ എന്റെ നമ്പർ ഓഫ് കേസസ് പേഷ്യന്റിന്റെ ഇതനുസരിച്ച് എനിക്ക് ഇത്ര ഡീറ്റെയിൽ കേസ് എടുത്തൊന്നും ഞാൻ ഇരിക്കാറില്ല. മെഡിസിൻസ് ഏകദേശം മനസ്സിലാവും, ഞാൻ അത് വെച്ച് അങ്ങനെ ഇങ്ങനെ റൂൾ ഔട്ട് ചെയ്യും ചിലത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്നാലും നമുക്ക് ഒന്ന് ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഹെയർ ഫോള് മൊത്തത്തിൽ പോകുന്നുണ്ടെങ്കിൽ സെലീനിയം പോലത്തെ മെഡിസിൻസ്, ഇപ്പൊ അലോപേഷ്യ യൂണിവേഴ്സാലിസ് പോലത്തെ ഒരു സ്ഥലത്ത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ചിലപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് കാർസിനോസിൻ, സിഫിലിനം, ഓറമ്യൂർ, നാറ്റോറം ഇങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെലീനിയം 3XO 30 അവിടെ കൊടുക്കുന്നത് വലിയ നല്ല ഗുണം ചെയ്യും. പിന്നെ കുട്ടികളിലുള്ള ഹെയർ ഫോൾ, ഞാൻ ഇപ്പൊ ഇവിടെ കേസുകൾ കാണിച്ചതിൽ കുട്ടികളിലും. എഗെയിൻ ഏതൊരു മെഡിസിനും ഒരു ഹോമിയോ ഡോക്ടർ കൃത്യമായി അവരുടെ കേസ് എടുത്ത്
അതിന് കൃത്യമായ ചികിത്സ നിർണയിച്ചിട്ട് വേണം എടുക്കാൻ. അതുപോലെ ഹെയർ ഫോൾ ആഫ്റ്റർ ഡിസീസ്, നമുക്കറിയാം പല വൈറൽ ഇൻഫെക്ഷൻസും കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഹെയർ ഫോളും കൊണ്ട് പേഷ്യൻസ് വരാറുണ്ട്. അങ്ങനത്തെ സമയങ്ങളിൽ താലിയം നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്, ലൈക്കോപോഡിയം, ആസിഡ് ഫോസ് ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഈ ഭാഗത്തു നിന്ന് മാത്രം ഹെയർ ഫോൾ വരുന്നുണ്ടെങ്കിൽ ഹെപ്പാർ സൾഫ്, എഗെയിൻ സ്റ്റിലാഗോ ടിഞ്ചറും അങ്ങനത്തെ കേസിൽ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ നാട്രമ്യൂർ ഫോസ്ഫറസ്. എന്തെങ്കിലും സങ്കടം, വിഷമം, ദുഃഖം, അല്ലെങ്കിൽ അകാരണമായിട്ട് നമ്മളുടെ ആരെങ്കിലും മരിച്ചു പോവുക, നമ്മളുടെ നിയർ ആൻഡ് ഡിയർ വേണ്ടപ്പെട്ടവർ മരിക്കുക, ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് നാട്രമ്യൂർ ആസിഡ് ഫോസ് ഇസ് എ വണ്ടർഫുൾ റെമഡി. അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരിതാണ്. ഇനി ചില സമയത്ത് ഇങ്ങനെ മുടി പറിച്ച് ഇങ്ങനെ ഡോക്ടറെ, ചില സമയത്ത് പേഷ്യന്റ് ഡോക്ടറെ മുടി വെറുതെ ഈരിയാൽ മതി, അല്ലെങ്കിൽ വെറുതെ കൈയൊന്ന് തലയിലേക്ക് വെച്ചാൽ മതി, അപ്പോഴത്തേക്കും മുടി മൊത്തം കയ്യിലിരിക്കും ഡോക്ടറെ. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കണ്ടാവും. അങ്ങനെ വരുന്ന കേസിൽ ഫോസും മെസേറിയും വരും. ഹെയർ ഫോൾ മെനോപോസിന്റെ ടൈമിലാണെങ്കിൽ കൂടുതലും സെപ്പിയ വരും. എഗെയിൻ ഈ മെനോപോസിന്റെ സമയത്തൊക്കെ വരുന്ന ലേഡീസിനുണ്ടല്ലോ, നമ്മൾ ശരിക്കും അവരെ ഒന്ന് ഒരു 10 മിനിറ്റ്സ് അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഫുഡ്, മിക്ക മെനോപോസൽ ലേഡീസും വരുമ്പം അവർ ഈ മെനോപോസൽ സിൻഡ്രോമും, ചില സ്ത്രീകൾ നമ്മുടെ അടുത്ത് വരുന്നത് അവരുടെ ലൈഫിലെ മെനോപോസ് എന്ന് പറയുന്ന ഒരു ഫിസിയോളജിക്കൽ ഫിനോമിനൺ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നോർമൽ ഹോർമോണൽ പ്രതിഭാസം എൻ്റെ ശരീരത്തിലൂടെ നടക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് പോലും അറിയാത്തൊരു സ്ത്രീകളാണ്. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു പുള്ളിക്കാരി ഭയങ്കര ഹോട്ട് ഫ്ലഷസും ചൂടും ഭയങ്കര ബുദ്ധിമുട്ടും വെപ്രാളവും ഇതൊക്കെ കാണിക്കാണ്. അപ്പം അതുപോലെ ബ്ലീഡിങ്ങും ക്ലോട്ട്സും അങ്ങനെ പല പ്രശ്നങ്ങളും വരാണ്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചത്, ഡോക്ടറെ ഇവൾക്ക് മാത്രം എന്താ ഈ പ്രശ്നം, വേറെ സ്ത്രീകൾക്കൊന്നും ഇല്ലല്ലോ ഈ പ്രശ്നം. എനിക്ക് സങ്കടം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ സ്ത്രീകളും ഇത് പറഞ്ഞുകൊണ്ട് നടക്കും, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും മറ്റു സ്ത്രീകൾക്ക് ഇങ്ങനെ ഈ പ്രോബ്ലം ഇല്ലാന്ന് എങ്ങനെ മനസ്സിലാവും? ഞാൻ ചോദിച്ചു. എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്, പക്ഷെ പലരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും ഹൈഡ് ചെയ്തത് നടക്കുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് അവർ പറയുന്ന വൺ ഓഫ് ദി മെയിൻ ഇഷ്യൂ ആണ് ഹെയർ ഫോൾ. പെട്ടെന്ന് മുടി കൊഴിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ. ആ സമയത്തൊക്കെ പേഷ്യന്റിനെ നമ്മൾ സെൽഫ് കെയർ എഡ്യൂക്കേറ്റ് ചെയ്യണം, അലോങ് വിത്ത് അവർ വണ്ടർഫുൾ മെഡിസിൻസ്. ഇനി ഹെയർ ഫോൾ ഇൻ സ്പോട്സ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഫ്ലൂറിക് ആസിഡ് വണ്ടർഫുൾ റെമഡിയാണ്. ഫ്ലൂറിക് ആസിഡ്, സോറിനം, സൾഫർ, ഫോസ്, അത് നമ്മൾ നോക്കിയിട്ട് അഗെയിൻ ഡീപ് ആക്ടിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ഇതെല്ലാം. അപ്പം നമ്മൾ കേസ് എടുത്ത് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത വണ്ടർഫുൾ റിസൾട്ട്സ് കിട്ടാൻ പറ്റും. ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് മെഡിസിൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ജനറൽ മാനേജ്മെന്റും പേഴ്സണൽ മാനേജ്മെന്റും പറയുന്നുണ്ട്. ഞാൻ വേറെ ഇതിനെ കുറിച്ചൊന്നും ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഡിസ്കഷനിൽ പോകാം. ഞാൻ പറയാം. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഞാൻ എലോൺ അല്ല ജേർണി ചെയ്യുന്നത്. ഐ ഹാവ് കമ്മിറ്റഡ് ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്സ് വിത്ത് മീ. I am practicing. My father is also a homeopathic doctor. We together practicing as an OPD പോലെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ അങ്കമാലിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. താങ്ക് യു സോ മച്ച്. നന്ദി ഡോക്ടറെ. ഡോക്ടർ കൊടുക്കുന്ന മെഡിസിന്റെ ഒക്കെ പൊട്ടൻസിയും കൂടെ ഒന്ന് ഏകദേശം ഒന്ന് പറയാമോ? ഡോക്ടറെ, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 200 ആയിരിക്കും സ്റ്റാർട്ടിങ് കൊടുക്കുക. 200 കൊടുത്തിട്ട് പിന്നെ ഹൈ പൊട്ടൻസി ആയിരിക്കും കൂടുതലും പോവുണ്ടാവുക. പക്ഷെ ഞാൻ മിക്കപ്പോഴും ഇപ്പൊ 200 ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ 200 4 ഡോസ് വൺസ് ഇൻ 7 days HS. ഞാൻ കൊടുക്കുന്ന സമയത്ത് ഹെയർ ഫോൾ ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ 1 monthനായിരിക്കും കൊടുക്കുക. കാരണം കുറച്ച് ദിവസത്തേക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് എനിക്ക് കിട്ടിയേക്കണത്. കാരണം 2 ആഴ്ച കഴിഞ്ഞ് പേഷ്യന്റ് വന്ന് നമ്മുടെ അടുത്ത് ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനില്ല നമുക്ക്. അവരെ വെറുതെ വിഷമിപ്പിക്കാന്നേ ഉള്ളൂ. നന്ദി ഡോക്ടറെ. ഇനി നമുക്ക് 15 മിനിറ്റും കൂടെ ഉണ്ട്. ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാം, അഭിപ്രായങ്ങൾ പറയാം. ഹാൻഡ് റൈസ് ചെയ്താൽ അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ
നല്ല നല്ല അറിവ് തരുന്ന ഒരു ക്ലാസ് ആണ് ഡോക്ടർ നമുക്ക് തന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഈ ടോപ്പിക് ഒരു ഷോർട്ട് ടോപ്പിക് ആണ് കേട്ടോ. അതായത് നമുക്ക് ഇത് കുറെ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള ഇതൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ ഡോക്ടേഴ്സിനും എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഇത് ഇങ്ങനത്തെ കേസ് ട്രീറ്റ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. അവർ കൊടുക്കുന്ന മെഡിസിൻസ് ഇപ്പൊ ഞാൻ ബ്ലൈൻഡ് ഒരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ആഴ്സൽഫ്ലേവും 200 once in 7 days നിങ്ങൾക്ക് ഒന്നും കിട്ടണില്ല, ഒരു പ്രിസ്ക്രിപ്ഷനും പറ്റണില്ല. എങ്ങനെയെങ്കിലും റിസൾട്ട് കൊടുക്കണം എന്ന് തോന്നിയാല് ബ്ലൈൻഡ് ആയിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റും എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ വയനാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റർ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പായിരുന്നു. ആഴ്സൽഫ്ലേവം 200 നീ കൊടുത്തു നോക്കുക എന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കൊടുത്തു നോക്കിയിട്ട് എനിക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡോക്ടറുടെ ഒന്ന് രണ്ട് കേസ് ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ കൊടുത്തിട്ടുള്ള? ഞാൻ കേസ് പ്രസന്റ് ചെയ്തു. അതാ ഞാൻ പറഞ്ഞ കേസ് ഇപ്പൊ ഒരെണ്ണം എനിക്ക് ഒരൊറ്റ കേസ് ഇപ്പൊ 1 മണിക്കൂറിൽ നിന്ന് പ്രസന്റ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു. ഞാൻ കേസായിട്ട് എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ കേസും ഓരോ അപ്രോച്ച് ആയിരിക്കില്ലേ ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കാതിരുന്നത്. പറയണമെങ്കിൽ അല്ല, നമ്മളിപ്പോ ആദ്യം കാണിച്ച 2-3 സ്ലൈഡുകൾ ഉണ്ടല്ലോ, ആ മനസ്സിലായി. അച്ഛനും മോനും കൊടുത്തതും അങ്ങനെയൊക്കെ ഒന്ന്. മനസ്സിലായി. ഇപ്പം ഞാൻ സെക്കൻഡ് കൊടുത്ത ആ ഒരു മുടി ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് പോയെന്ന് പറഞ്ഞില്ലേ, ആ മുടി സൈഡിൽ നിന്ന് പോയ കേസിന് ഞാൻ ആ കുട്ടിയുടെ കേസ് എടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്തിട്ട് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തിരുന്നത് സിഫിലിനം ഞാൻ 200 കൊടുത്തിരുന്നു. സിഫിലിനം കൊടുത്തിട്ട് അതുമ്മയാണ് ആ കൊച്ച് ബെറ്ററായി വന്നത്. ഇൻ ബിറ്റ്വീൻ അതിന് അക്യൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അക്യൂട്ട്സ് വരുന്ന സമയത്ത് ഞാൻ 1-2 പ്രാവശ്യം അതിന്റെ ഇടയിൽ അക്യൂട്ട് വന്നപ്പം ഞാൻ മെർക്സോൾ 30 അങ്ങനെയൊക്കെ കൊടുത്താണ് ആ കേസ് പോയത്. അച്ഛനും മകനും കൊടുത്തല്ലോ. അച്ഛനും മകനും. അച്ഛന് കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നാട്രമ്യൂർ ആയിരുന്നു. കാരണം പുള്ളി ഷിപ്പിലും 6 months ഷിപ്പിലും 6 months ലാൻഡ് അങ്ങനെയായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര ഒരു ഷിപ്പിൽ പോകണം എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു വളരെ വിഷമകരമായിട്ടുള്ള ഒരു ഫാമിലി വിട്ടു പോകാം. അങ്ങനെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പുള്ളിക്ക് നാട്രമ്യൂർ ആയിരുന്നു കൊടുത്തിരുന്നത്. പുള്ളിയുടെ മകനും വന്നപ്പോ ഞാൻ നാട്രമ്യൂറും കൊടുത്തു. അതിന്റെ ഒപ്പം തന്നെ പിന്നെ ഞാൻ പിന്നീട് ആസിഡ് ഫോസും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മകന്. നമുക്ക് ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, സാറ് സംസാരിക്കാം. ഡോക്ടറെ, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉപയോഗിക്കാം? ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറില്ല, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറില്ല. ഞാനൊരു ഹെയർ ഓയിലും ഇങ്ങനത്തെ കേസിന് ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഹെയർ ഓയില് ഞാൻ കൊടുക്കാറില്ല. എന്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യണത്. കൊടുക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കാം. പിന്നെ ചില കേസിൽ ഞാൻ ആർമിക്ക് അങ്ങനെ എനിക്ക് കാരണം ഞാനത് മനസ്സിലാക്കിയേക്കണത് ഇന്റേണലി ശരിയായാലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞോളൂ ഡോക്ടറെ. യുസ്റ്റിലാഗോ ടിഞ്ചറി എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതാ ഞാൻ ഉസ്റ്റിലാഗോ ഞാൻ നേരത്തെ പറഞ്ഞു. ഉസ്റ്റിലാഗോ ഇന്റേണലി കൊടുത്ത് ഫാദർ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് ഉസ്റ്റിലാഗോ ഫാദർ കൊടുത്ത് ഉസ്റ്റിലാഗോം ഹെപ്പാർസൾഫും ഫാദർ നന്നായിട്ട് ഞാൻ കൊടുക്കണം കണ്ടിട്ടുണ്ട്. റിസൾട്ട് കൊണ്ട് പേഷ്യന്റ് വരണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല. ഉസ്റ്റിലാഗോ ഡോക്ടർ എക്സ്റ്റേണൽ ആണോ അല്ലെ ഇന്റേണൽ ആണോ കൊടുക്കാറ്? ഞാൻ രണ്ടും ചെയ്യും. പിന്നെ ഞാൻ ഡോക്ടറെ പറഞ്ഞു. പിന്നെ ഞാൻ കൊടുത്തേക്കുന്നത് ചില കേസിൽ ജബോറാണ്ടി മാർണിക്ക മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് വാട്ടറിൽ ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്യാൻ വളരെ റെയർ കേസിലാണ് ഞാൻ പറഞ്ഞേക്കണത്. എന്നാലും പറയാറുണ്ട് ചിലപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എപ്പോഴും ചെയ്യാൻ കൊടുത്തിട്ടൊന്നുമില്ല. അല്ല, ഡോക്ടറുടെ അപ്രോച്ച് വളരെ കറക്റ്റ് ആണ്. ഞാനും എനിക്ക് ഒരു പ്രയാസമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചാണ് ചെയ്യുന്നത് സാറ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് വരുന്ന കൂടുതലും ഡോക്ടർ പറഞ്ഞ പോലെ ഈ
ആസിഡ് ഫ്ലൂർ നന്നായിട്ട് ആ. വരുന്നുണ്ട് ഇതിന്. ഇത് ഞാൻ പൊതുവെ മനസ്സിലാക്കിയിടത്തോളം ഞാൻ അതേ പറഞ്ഞ എനിക്ക് ഫെയിൽഡ് കേസിലാന്നല്ല ഞാൻ പറഞ്ഞില്ലേ, ഈ ദുബായിന്ന് വന്ന കേസ് ആദ്യം കൊടുത്ത് പെട്ടെന്ന് മാറി, 4 മാസത്തെ മെഡിസിൻ കൊണ്ടുപോയി പെട്ടെന്ന് മാറി കഴിഞ്ഞിട്ട് രണ്ടാമത് പുള്ളി വന്നു. രണ്ടാമത് പുള്ളി വന്നപ്പോഴും ഇതേപോലെ എക്സ്റ്റൻഷനിലാണ് വന്നത്. പുള്ളിക്ക് വന്നിട്ട് ഞാൻ രണ്ടാമത് അപ്പം പൊട്ടൻസി മാറ്റി 2 പ്രാവശ്യം കൊടുത്തിട്ടും അത് ഇമ്പ്രൂവ് ആവാണ്ടിരിക്കുന്ന അവസ്ഥയിൽ പുള്ളി ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്നെ വിളിച്ച കേസും ഉണ്ട്. ഫെയിൽഡ് കേസ് നമ്മൾ പറയണമല്ലോ. അപ്പം ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾ അപ്പം അത് ഓൺലൈൻ കൺസൾട്ട് ചെയ്യാണ്, പുള്ളിയുടെ തിരക്കിന്റെ ഇടയ്ക്കായിരിക്കും കൺസൾട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ ടെൻഷൻ, സ്ട്രെസ്, നിങ്ങളുടെ ഫുഡ് ഇതിൽ ഏതൊക്കെയോ റെക്ടിഫൈ ചെയ്യേണ്ട ആവശ്യം കൂടി ഉണ്ട്, മരുന്ന് മാത്രം ചെയ്യരുതെന്ന് ഞാൻ ഒരു ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്ദി ഹരിഹരൻ സാറ്. ഇനി ചന്ദ്രമോഹൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഡോക്ടറെ നമസ്കാരം. ഈ ഡൈ നമസ്കാരം. ഉപയോഗിക്കുന്നവർക്ക് ഉള്ള അലോപേഷ്യയൊക്കെ എന്ത് ചെയ്യും ഡോക്ടറെ? ഡൈ ചെയ്തിട്ട് ഡൈ യൂസ് ചെയ്തുള്ള അലോപേഷ്യ ആണെങ്കിൽ ഞാൻ ഈ സൾഫർ കൊടുക്കണ്ടാവും ഡോക്ടറെ. എന്റെ അടുത്താണ് വരണമെങ്കിൽ ഞാൻ സൾഫർ കൊടുക്കും. ഓക്കെ. സൾഫർ കൊടുക്കും. ചിലപ്പോ ഞാൻ ഇന്റേണലി ആർണിക്കയും ജബാറാണ്ടിയും കൊടുക്കണ്ടാവുമായിരിക്കും. ഓക്കെ ഓക്കെ. താങ്ക് യു ഡോക്ടർ. നന്ദി ചന്ദ്രമോഹൻ ഡോക്ടർ. ഇനി അതുപോലെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ അലോപേഷ്യ ഒരുമാതിരി എല്ലാ ഹെയർ ഫോളും അല്ല കേട്ടോ. ഞാൻ അലോപേഷ്യ ഏറിയേറ്റ് ആണ് നമുക്കൊന്ന് എവിഡൻസ് ബേസ്ഡ് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് അലോപേഷ്യ ഏറിയേറ്റ. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് എവിഡൻസ് ആയിട്ട് നമുക്ക് കാണിച്ച് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ് അലോപേഷ്യ ഏറിയേറ്റ. പക്ഷെ അല്ലാതെയും ഡിഫ്യൂസ്ഡ് ഹെയർ ഫോൾ വരുന്ന കേസുകളും ഉണ്ടല്ലോ. അത് ചിലതൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട് പേഴ്സണലി. നമ്മള് ഒരു റിസൾട്ട് കൊടുക്കാതെ അങ്ങനത്തെ കേസിൽ നമ്മൾ വിറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുകയും വിറ്റമിൻ ഡി, കാൽഷ്യം പോലത്തെ ഉള്ള വിറ്റമിൻസും മിനറൽസിന്റെ ഒക്കെ ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുകയും പിടിക്കുകയൊക്കെ ചെയ്യണം. അതിനനുസരിച്ചുള്ള റെക്ടിഫിക്കേഷനും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഈ ഡാൻഡ്രഫ് വന്നിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടല്ലോ, ഡാൻഡ്രഫിന്റെ ഞാൻ കാലിസൾഫ് കൊടുക്കും, ബഡിയാക ടിഞ്ചർ ഇന്റേണലി കൊടുക്കും. ചിലപ്പോൾ ബഡിയാക ടിഞ്ചറും അതിൻ്റെ ഒപ്പം ആർണിക്കും, ഇത് രണ്ടും കൊടുക്കും. പിന്നെ ഞാൻ ഈ ഹെയർ ഫോൾ ഉള്ള കേസാണെങ്കിൽ ഞാൻ ആർണിക്ക, ബഡിയാക, കോച്ചിലേറിയ ടിഞ്ചർ കുളിക്കണേക്ക് മുന്നേ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് അപ്പം സ്കാൽപ്പിലേക്ക് അതൊന്ന് അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഹെഡ് വാഷ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുറേ റിസൾട്ട് കിട്ടാറുണ്ട്. എഗെയിൻ ഡാൻഡ്രഫ് വരുമ്പം നമ്മൾ ഡാൻഡ്രഫ് വരുന്ന പേഷ്യന്റെ അടുത്ത് സ്റ്റമക് കംപ്ലൈൻസ് ഒന്ന് എൻക്വയറി ചെയ്യണത് നല്ലതാണ്. പിന്നെ ടീനേജ് കുട്ടികൾക്കാണ് എപ്പോഴും ഈ ഡാൻഡ്രഫും അവരുടെ പിമ്പിൾസും ഇഷ്യൂസ് കോറിലേറ്റ് ചെയ്ത് വരിക. കാരണം ഡാൻഡ്രഫ് അവരും വരുന്നത് പിമ്പിൾസ് ആയിരിക്കും, പക്ഷെ പിമ്പിൾസ് വരാൻ കാരണം ഈ ഡാൻഡ്രഫ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഡാൻഡ്രഫ് മാറ്റിയാലാണ് പിമ്പിൾസ് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്റെ ലോജിക്കാണ് പറയുന്നത്. ഓയിലി ഫേസോട് കൂടി വരുന്ന കുട്ടികൾക്ക് പിന്നെ നാട്രമൂർ 10 ഡോസ് കൊടുക്കണം. ഒരു ഡോസ് കൊടുത്തിട്ട് ഈ ഡാൻഡ്രഫ് ഉണ്ടായെങ്കിൽ ഒന്നും വേണ്ട, കലണ്ടുല ഓയില് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കലണ്ടുല ഓയില് സ്കാൽപ്പിൽ ശരിക്കും റബ്ബ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ എന്നിട്ട് ഇന്റർകറന്റ് ആയിട്ട് ബാസിലിനെ കൊടുക്കണം. ബാസിലിൻ 200 പൊട്ടൻസി കൊടുക്കും. ഇതൊക്കെ ഞാൻ സാധാരണയായിട്ട് ചെയ്യാറുള്ളതാണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു ഫോർ ഷെയറിംഗ്. പിന്നെ ബേസിക് ആയിട്ട് ഡോക്ടർ പറഞ്ഞത് തന്നെ കാര്യം, പൾസാറ്റിലേക്ക് നമുക്ക് എന്തുമാത്രം കേസ് കിട്ടുന്നു ഈ മുടി ഒഴിച്ചിലിന്. പൾസാറ്റില അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ
കറക്റ്റായിട്ട് വരുന്ന കേസസിന് പൾസാറ്റില കൊടുത്താൽ നല്ല റിസൾട്ട് കാണുന്നുണ്ട്. എന്തായാലും പറഞ്ഞോളൂ. ഇല്ല, ഞാൻ ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. സാറ് തുടരാം. പിന്നെ ഹരിഹരൻ സാർ. ഈ ഇന്റർകറന്റ് ആയിട്ട് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്ന് തൈറോയിഡിനുമാണ്. തൈറോയിഡിനം ഡോക്ടർക്ക് അനുഭവം ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. തൈറോയിഡിനം അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഹെയർ ഫോൾ എന്ന് പറയണത്, ഹെയർ ഫോൾ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് നമ്മൾ എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ അണ്ടർലൈൻ കോസ് വെച്ചിട്ട്, അതായത് ഈ വരുന്ന പേഷ്യന്റിന്റെ ഇപ്പൊ വരുന്ന പേഷ്യന്റിന് തൈറോനോം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിത്ത് ഹെയർ ഫോൾ നമ്മുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്ന ഹെയർ ഫോൾ ആയിരിക്കും, പക്ഷെ അവരുടെ അണ്ടർലൈൻ കോസ് തൈറോയിഡ് ആയിരിക്കും. വേറെ ആള് ഹെയർ ഫോൾ വരുന്നത് അവരുടെ റീസൺ ചിലപ്പോൾ അവർക്ക് ഒരു വൈറൽ ഫീവറിന് ശേഷമായിരിക്കും അവർ വരുന്നത്. വേറൊരു സ്ത്രീ ചിലപ്പോൾ അവരുടെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 months കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞ് അവരുടെ ആ ഒരു പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കും അവരുടെ ഹെയർ ഫോൾ വരുന്നത്. അപ്പം എവിടെയാണ് അവരുടെ ഹെയർ ഫോളിന്റെ റീസൺ, അതിനനുസരിച്ച് ഇപ്പം മെഡിസിൻസിന്റെ ഇത് മാറും. ഈവൻ തൈറോയിഡിനും തന്നെ ഞാൻ പറയും, ഇപ്പൊ ഈ ബ്ലീഡിങ്, ഇപ്പം പല സ്ത്രീകളും ഹെവി ബ്ലീഡിങ്, എനിക്ക് നല്ല ഗൈനക്കോളജിക്കൽ കംപ്ലൈന്റ്സ് കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഹെവി ബ്ലീഡിങ് വന്നു, എന്നിട്ട് നമ്മൾ ട്രില്യം കൊടുത്തു, കൽക്കേരിയ കാർബ് കൊടുത്തു, അതൊന്നും കൊടുത്ത് നിൽക്കുന്നില്ലാത്ത കേസിൽ ഞാൻ തൈറോയിഡിനും 6 ബ്ലൈൻഡ് ആയിട്ട് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. കാരണം നമുക്കിപ്പോ അതൊരു DNC പോകുന്നതും അവർ പോയി ഒരു ട്രാഫിക് ടാബ്ലറ്റ് കഴിക്കുന്നതും അവോയ്ഡ് ചെയ്യാണ് നമ്മൾ ആ ഒരു ടൈമിൽ ചെയ്യേണ്ടത്. അനീമിക് ആയിട്ട് എവിടെയെങ്കിലും തല ഇറങ്ങി വീണ് ICU പോവാണ്ടിരിക്കാനും അങ്ങനെയൊക്കെ സമയത്ത് ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ തൈറോയിഡിനം 6 പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. പിന്നെ ഇന്റർകറന്റ് ആയിട്ട് പിന്നെയുള്ള ഒരു മരുന്ന് തൂജയാണ്. തൂജ ഇന്റർകറന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. ഈ തൂജ നാട്രമൂർ, ഇത് രണ്ട് ഭയങ്കര റിലേഷനാണ്. രണ്ടും സൈക്കോട്ടിക് ഇതും കൂടി ഉള്ളതാണല്ലോ ഡോക്ടറെ? ഈവൻ ഈ തൈറോയിഡ് കേസുകളിലെ ചിലപ്പോ ചില കേസിൽ നമുക്ക് ശരിക്കുള്ള ഇത് കിട്ടിയില്ല എങ്കിൽ ഈ തൈറോയിഡിനും വണ്ണമും ഈ നാട്രമൂർ വണ്ണമും നമ്മുടെ ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്താല് TSH കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. TSH കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അത് രണ്ടും സൈക്കോട്ടിക് അല്ലേ? രണ്ടും സൈക്കോട്ടിക് ആണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സ്മോൾ ടോപ്പിക് കാണുമ്പോ ഇത് പെട്ടെന്ന് ടോപ്പിക് ആണെന്ന് തോന്നുമെങ്കിലും നമ്മളത് വലിയൊരു ഇഷ്യൂ ആട്ടോ. കാരണം എല്ലാവരുടെയും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഒരാളുടെ മുഖത്ത് ഞാൻ മലയാളം മുസ്താഷിന്ന് ഇവിടെ നിന്ന് കണ്ണിന്റെ ഇവിടെ നിന്ന് എല്ലായിടത്തുനിന്നും പോയിട്ടുണ്ട്. ശരിക്കും അവർക്ക് ഒരു പബ്ലിക്കിൽ പോവുകയും അവര് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണ് ഈ അലോപേഷ്യ ഏറിയേറ്റ എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിയെ പറയുന്നത് പലപ്പോഴും കല്യാണങ്ങളോ ഫംഗ്ഷനോ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോലും പോവാൻ മടിക്കും ഡോക്ടറെ എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഡോക്ടറെ, അതിൽ നല്ലൊരു ക്ലാസ് ആണ് നമുക്ക് ലഭിച്ചത്. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഹരിഹരൻ സാറിനെ തന്നെ ക്ഷണിക്കുകയാണ്. ഹരിഹരൻ സാറ്. സാറ് മ്യൂട്ടായി പോയല്ലോ. ഹരിഹരൻ സാറ് അൺമ്യൂട്ട് ചെയ്യാ. ഞങ്ങളൊക്കെ ഇപ്പൊ സീനിയേഴ്സ് ആയിപ്പോയി, പക്ഷെ നിങ്ങൾക്കൊക്കെ ഇതിനകത്ത് ഒത്തിരി വണ്ടേഴ്സ് കാണിക്കാൻ പറ്റും കേട്ടോ. വാസ്തവത്തിൽ ഹോമിയോപ്പതിയുടെ ഈ രഹസ്യങ്ങള് ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ റിവീൽ ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഈ ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊന്നും ഈ ഹോമിയോപ്പതിയുടെ രഹസ്യം അറിയാൻ മേലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഈ ഹോമിയോപ്പതിക് മെഡിസിന്റെയും ഈ രോഗത്തിന്റെയും എന്തുകൊണ്ട് ഈ രോഗം വരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ പണ്ട് ഒരു കാലത്ത് ഈ പ്രൈമറി കോംപ്ലക്സ് എന്നും പറഞ്ഞ ഒരു വരുമായിരുന്നു. ധാരാളം കുട്ടികളെ വരുമായിരുന്നു. അപ്പൊ നമ്മള് ഈ അവര് കൊണ്ടുപോയി
ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഈ കുട്ടിക്ക് കുഴപ്പം ഈ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞു വിടും. പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ട്യൂബർകുലിൻ ടെന്നം ഒരു ഡോസും കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് BCG എടുത്തിട്ടുണ്ടാവും. അപ്പം ഈ ഒരു പ്രോൺനെസ് ഈ കുട്ടിയിൽ ഉണ്ടാവും ഈ ട്യൂബർകുലോസിസിന്. അത് പ്രൈമറി കോംപ്ലക്സിന്റെ സിംറ്റംസ് ആയിട്ട് കാണിക്കും. പക്ഷെ ഒരു ഹോമിയോ ഡോക്ടർക്ക് അത് മനസ്സിലാവും, പക്ഷെ ഒരു അലോപ്പതി ഡോക്ടർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ വെറും സിമ്പിൾ ആയിട്ട് ട്യൂബർകുലിൻ ടെന്നമും ആഴ്സനിക് അയോഡും കൊണ്ട് ലോ പൊട്ടൻസിയും കൊണ്ട് നമ്മളത് ക്യൂർ ചെയ്ത് മാറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ തൈറോയിഡിന്റെ കാര്യം അങ്ങനെ തന്നെ. ഈ പ്രോൺനെസ് ഉണ്ട്, തൈറോയിഡിന് പ്രോൺനെസ് ഉണ്ട് ചില ആൾക്കാർക്ക്. അത് നമ്മളൊരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. ഡോക്ടർ പറഞ്ഞ വളരെ കറക്റ്റാ. ഇപ്പൊ നമ്മള് തന്നെ ഈ കേസ് എടുക്കുന്ന സമയത്ത് ഫാമിലി ഹിസ്റ്ററിയിൽ തൈറോയ്ഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് അവരുടെ സ്ട്രെസ്, അതായത് ആ പർട്ടിക്കുലർ പേഷ്യന്റിന് സ്ട്രെസ് വരുന്നത്, ചില സമയത്ത് ആ സമയത്ത് അവർക്ക് ട്രിഗർ ചെയ്ത് പുറത്ത് വരുന്നത് ഈ തൈറോയ്ഡ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. നന്ദി പറയണേ ഡോക്ടർക്ക്, ഒരു നന്ദി. ഡോക്ടർക്ക് അതുകൊണ്ട് ഈ ഡോക്ടർക്ക് നന്ദി പറയണമല്ലോ. ഞാൻ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാ ഡോക്ടർമാരുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ ഹൃദയംഗമായ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഡോക്ടർക്ക് ഇനിയും ഡോക്ടറെ ഇതുപോലുള്ള സബ്ജക്റ്റുമായിട്ട് വരൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരി ഡോക്ടറെ, താങ്ക് യു വെരി മച്ച്. നന്ദി ഹരിഹരൻ സാറ്. എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഈ 1726 സൂം ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് നടത്തപ്പെട്ടത്. ഡോക്ടറുടെ ക്ലാസ് വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ് ആയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഹരിഹരൻ സാറ് അതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. സാറിനും പ്രത്യേകം നന്ദി അതിനറിയിക്കുകയാണ്. അതുപോലെ ഇനി ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുമായിട്ട് ഡോക്ടർ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ വരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1726 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.